Hello everyone, MBA Cloud മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓർഗനൈസേഷൻ ബിഹേവിയർ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂഷൻ ആയിട്ട് കാണാം. നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മിക്ക യൂണിവേഴ്സിറ്റിയിലുള്ള ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന വിഷയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് തിയറിയാണ് ഡിസ്കസ് ചെയ്തത്. പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്. പണിഷ്മെന്റ് എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം, എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാമോ? പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും ഒരു എക്സാമ്പിൾസ് വെച്ച് ഏതാണ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ആലോചിച്ച് നോക്കുക. ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും കാണാം. വളരെ ലളിതമായിട്ട് നമ്മൾ ഈ പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ MBA Cloud is an exclusive platform for management related content. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത റീഇൻഫോഴ്സ്മെന്റ് തിയറിയാണ്. റീഇൻഫോഴ്സ്മെന്റ് തിയറി പ്രപ്പോസ് ചെയ്ത സ്കിന്നർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ടീമാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി ഡിസ്കസ് ചെയ്ത്. റീഇൻഫോഴ്സ്മെന്റ് തിയറിയിൽ 4 കോമ്പണന്റിൽ പെടുന്ന റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, എക്സ്റ്റൻഷൻ, അങ്ങനെ 4 കോമ്പണന്റ് ആയതുണ്ടായിരുന്നു. ആ 4 കമ്പണിലെ പ്രധാനപ്പെട്ട ഒരു കമ്പണിയാണ് പണിഷ്മെന്റ്. ആ പണിഷ്മെന്റിലെ ഉള്ള രണ്ട് തരത്തിലാണ്. ജനറലി ആണ് പണിഷ്മെന്റ് എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ പണിഷ്മെന്റ് 2 തരത്തിലുണ്ട്. പണിഷ്മെന്റ് പോസിറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. എന്താണ് പോസിറ്റീവ് പണിഷ്മെന്റ്, എന്താണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് തിയറി നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചാൽ, റീഇൻഫോഴ്സ്മെന്റ് തിയറി ബേസിക്കലി റീഇൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ ഒരു ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും രണ്ട് പോസിബിലിറ്റി ഉണ്ട്. റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത ആ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് എക്സ്പീരിയൻസിനെ വെച്ചിട്ടായിരിക്കും. ആ മുമ്പ് ചെയ്തപ്പോൾ ഉള്ള എക്സ്പീരിയൻസിനെ വെച്ചിട്ടാണ് ബിഹേവിയർ വീണ്ടും ചെയ്യണോ അത് വീണ്ടും ചെയ്യാണ്ടിരിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ഞാൻ കുറച്ചും പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് തിയറി നമുക്ക് 4 എലമെന്റ്സ് ഉണ്ട്. ആ 4 എലമെന്റ്സിലെ ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ബിഹേവിയർ ആയിട്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ഡിസൈറബിൾ ബിഹേവിയർ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആവശ്യമുള്ള നല്ലൊരു ബിഹേവിയർ ആണെങ്കിൽ അത് വീണ്ടും ചെയ്യാനായിട്ടാണ് നമുക്ക് ആവശ്യം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈറബിൾ ബിഹേവിയർ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഡിസൈറബിൾ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡാണുള്ളത്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എഗെയിൻ അൺഡിസൈറബിൾ ബിഹേവിയർ നമുക്ക് ആവശ്യമില്ലാത്തൊരു ബിഹേവിയർ ആണ്. ഇപ്പോൾ എംപ്ലോയി ഓഫീസിൽ ലേറ്റ് ആയിട്ട് വരുന്നു, കുട്ടികൾ വഴക്കുണ്ടാക്കും, ഇതൊക്കെ അൺഡിസൈറബിൾ ബിഹേവിയർ ആണ്. ഇപ്പോൾ ഡിസൈറബിൾ ബിഹേവിയറിന്റെ എക്സാമ്പിൾ എന്താണ്? നമ്മൾ നന്നായിട്ട് എംപ്ലോയി നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ക്ലാസ്സിൽ നന്നായിട്ട് മാർക്ക് വാങ്ങുന്നു, നല്ല ബിഹേവിയർ ചെയ്യുന്നു, എല്ലാവരുമായിട്ട് നന്നായിട്ട് പെരുമാറുന്നു, പെർഫോമൻസ് സർപ്രൈസിൽ ടോപ്പ് കിട്ടുന്നു, അതൊക്കെയാണ് ഡിസൈറബിൾ ബിഹേവിയർ. ഡിസൈറബിൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല ആവശ്യമുള്ള ഒരു ബിഹേവിയർ. അൺഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ബിഹേവിയർ. ഇപ്പം കുട്ടികൾ ഒറ്റ വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഓഫീസിലെ എംപ്ലോയി ലേറ്റ് ആയിട്ട് വരുന്നത് അൺഡിസൈറബിൾ ബിഹേവിയർ ആണ്. അൺഡിസൈറബിൾ ബിഹേവിയർ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള 2 മെത്തേഡാണ് എന്ത്? എക്സ്റ്റൻഷൻ, പണിഷ്മെന്റ്. അപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്, ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് പണിഷ്മെന്റ്. പണിഷ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണുന്നത്. ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ജനറലി പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരു മുമ്പ് പറഞ്ഞത് ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ചാൻസ് കുറയ്ക്കാനായിട്ടാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി വഴക്കുണ്ടാക്കി, അപ്പം വഴക്കുണ്ടാക്കിയ കുട്ടി നമ്മൾ ഫയർ ചെയ്യുകയോ വഴക്ക് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അത് വീണ്ടും അവർ വഴക്കുണ്ടാകാതിരിക്കാനായിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു എംപ്ലോയി ലേറ്റ് ആയിട്ട് വരുന്ന എംപ്ലോയിക്ക് ഒരു വാണിംഗ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് വാണിംഗ് കൊടുക്കുന്നത്? അതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ലേറ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ബേസിക്കലി വാണിംഗ് കൊടുക്കുന്നതിലൂടെ വീണ്ടും ആ ആക്ടിവിറ്റി ലേറ്റ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുക എന്നുള്ളത്, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പണിഷ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഗൈൻ പണിഷ്മെന്റ് ഈ അൺഡിസൈറബിൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലേറ്റ് ആയിട്ട് വരുന്നു, അതാണ് അൺഡിസൈറബിൾ ആക്ടിവിറ്റി. അപ്പം അത് കുറയ്ക്കുക എന്നുള്ളതാണ് പണിഷ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം പണിഷ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ജനറൽ ഐഡിയ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് നമുക്ക് അത്ര താല്പര്യമില്ലാത്ത, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു ആക്ടിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് പണിഷ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഗെയിൻ പണിഷ്മെന്റ് നമുക്ക് 2 രീതിയിൽ വ്യൂ ചെയ്യാൻ പറ്റും. ജനറലി അത് അൺഡിസൈറബിൾ ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു, അൺഡിസൈറബിൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നു, വീണ്ടും അവർ തമ്മിലുള്ള വഴക്ക് അങ്ങനെ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ അണ്ടർലൈൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. പണിഷ്മെന്റ് എന്താണെന്ന് പണിഷ്മെന്റ് 2 തരത്തിലുണ്ടെന്ന് പറയുന്നു. അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ്. ഒരു ഉദാഹരണം എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതൊരു അൺഡിസൈറബിൾ ആക്ടിവിറ്റിയാണ്. പേരൻസിന് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്, പേരൻസിന് ഒട്ടും അവർ പ്രിഫർ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകാതിരിക്കാനാണ് ഭാവിയിൽ അവർ ശ്രദ്ധിക്കുക. അപ്പം വീണ്ടും വഴക്കുണ്ടാകാതിരിക്കാനായിട്ടാണ് അവർ പണിഷ്മെന്റ് ചെയ്യുക എന്നുള്ളത് ജനറൽ ആയിട്ടുള്ളൊരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ. അപ്പം ഈ എംപ്ലോയി ഓഫീസ് ലേറ്റ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും ലേറ്റ് ആയിട്ട് വരുന്ന ഒഴിവാക്കാനായിട്ടാണ് അവരെ വാൺ ചെയ്യാൻ പണിഷ്മെന്റ് ചെയ്യുന്നത്. അപ്പം
ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണ്, കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി, അത് തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. ഓക്കെ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഒരു ടോയ്ക്ക്, ഒരു കളിപ്പാട്ടത്തിന് വേണ്ടിയാണ് വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പണിഷ്മെന്റ് ഉണ്ട്, അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കാം. ഒന്ന് പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്, രണ്ടാമത് നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. എന്താണ് ഇവ തമ്മിൽ വ്യത്യാസം നോക്കുക. അപ്പോൾ ഒന്നാമത്തെ കേസ് എടുക്കുക. നമ്മൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു, അപ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയുകയാണ്, നമ്മൾ ഒന്നാണ് സ്കോൾഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് അവരെ സ്കോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് ആക്ച്വലി പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. അപ്പോൾ സ്കോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. വഴക്ക് പറയുക എന്നുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പോൾ ആ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിലൂടെ, ആ നെഗറ്റീവ് എലമെന്റ് കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ആഡ് ചെയ്യപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ അത് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ്. ആ ഈവന്റിലൂടെ നമ്മൾ വീണ്ടും അത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുകയോ അങ്ങനെ ചെയ്യുന്നത് സാധാരണ നമുക്ക് കാണാറുണ്ട്. അപ്പൊ അതിലൂടെ വീണ്ടും വഴക്കുണ്ടാകുക, അല്ലെങ്കിൽ ഫൈറ്റ് ഈച്ച് അതർ എന്നുള്ളത് അൺഡിസൈറബിൾ ആക്ടിവിറ്റി ലോവർ ചെയ്യുക എന്നുള്ളതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ഇനി നെഗറ്റീവ് പണിഷ്മെന്റിൽ കുറച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ടോയ്ക്ക് വേണ്ടിയാണ് വഴക്കുണ്ടാക്കി. നെഗറ്റീവ് പണിഷ്മെന്റിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ടോയ്ക്ക് വേണ്ടിയാണ് വഴക്കുണ്ടാക്കി. ടോയ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്ടമുള്ള ഒരു എലമെന്റ് ആണ്. അപ്പോൾ ടോയ് കൊണ്ട് കളിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചില പേരൻസ് എന്താണ് ചെയ്യുന്നത്, ഈ ടോയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ടോയ് തന്നെ അങ്ങ് മൊത്തത്തിൽ എടുത്ത് മാറ്റി വെക്കും, ടോയ് അങ്ങ് മാറ്റി വെക്കും. ഓക്കെ, ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്ന വ്യത്യാസം എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം അവരിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. അപ്പോൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്താണ്, ഇഷ്ടമില്ലാത്തൊരു സാധനം അവരെ അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഒന്നെങ്കിൽ വഴക്ക് പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇഷ്ടമില്ലാത്തൊരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് സംഭവിക്കുന്നത്. നെഗറ്റീവ് പണിഷ്മെന്റിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അവരിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ടോയ് ഭയങ്കര ഇഷ്ടമാണ്, ടോയ്ക്ക് വേണ്ടിയാണ് വഴക്കുണ്ടാക്കിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം അതിനുവേണ്ടിയാണ് വഴക്കുണ്ടാക്കിയത്. അപ്പം അത് എടുത്തു മാറ്റുക. മറ്റൊരു നെഗറ്റീവ് പണിഷ്മെന്റ് എക്സാമ്പിൾ ആണ്, സാധാരണ കുട്ടികൾക്കൊക്കെ ഒരു മണിക്കൂർ ടി വി ടൈം ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ വഴക്കുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ ഉണ്ടായി, അപ്പോൾ ഉടനെ ടി വി ടൈം ക്യാൻസൽ ചെയ്തു കുട്ടികൾ. ഇന്നത്തെ ദിവസം നിങ്ങൾ ടി വി കാണണ്ട, ആ ടി വി ക്യാൻസൽ. അതായത് ഒരു നെഗറ്റീവ് പണിഷ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യം റിമൂവ് ചെയ്യുകയാണ്. അതാണ് ബേസിക്കായിട്ട് സംഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും അവരുടെ ബെനിഫിറ്റ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലസന്റ് ആയിട്ടുള്ള സാധനത്തെ റിമൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പണിഷ്മെന്റ് ആവുന്നു. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം നമ്മൾ അവരിലേക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് എന്തായി മാറുന്നു, പോസിറ്റീവ് പണിഷ്മെന്റ് ആവും. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. നമുക്ക് ഏതാണ് എക്സാമ്പിളോട് നോക്കാം. പോസിറ്റീവ് പണിഷ്മെന്റ് എന്താ നോക്കാം. പോസിറ്റീവ് പണിഷ്മെന്റ് ഈസ് അൺപ്ലസന്റ് കോൺസിക്വൻസസ് ഇൻട്രൊഡ്യൂസ് ടു സബ്ജക്ട് ടു ഡിസ്കറേജ് എ ബിഹേവിയർ. അതാണ് അൺപ്ലസന്റ് കോൺസിക്വൻസ്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം അവരെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എംപ്ലോയി ലേറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ എംപ്ലോയിയെ നമ്മൾ വാൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് സ്കോൾഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇഷ്ടമില്ലാത്ത കാര്യം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ അത് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ്. കുട്ടികളെ വഴക്ക് പറയുന്നു, അതും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിലൂടെ അവരുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ടീച്ചേഴ്സ് കുട്ടികളെ പണിഷ്മെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വഴക്ക് പറയുന്നു. അപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി തടയാനായിട്ടാണ്, അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഈ അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസ്, വഴക്ക് പറയുക എന്നുള്ള അൺപ്ലസന്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ പോസിറ്റീവ് പണിഷ്മെന്റ് ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തൊരു എംപ്ലോയി ഉണ്ട്, എന്തെങ്കിലും അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ബിഹേവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് കൊടുക്കുക, ബീങ് അസൈൻഡ് വിത്ത് എക്സ്ട്രാ ട്രെയിനിങ്. അപ്പോൾ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള എംപ്ലോയിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് എക്സ്ട്രാ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നു, എക്സ്ട്രാ ട്രെയിനിങ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് പോസിറ്റീവ് പണിഷ്മെന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഇഷ്ടമില്ലാത്തൊരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിലൂടെ അവരുടെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ബിഹേവിയർ വീണ്ടും സംഭവിക്കാതിരിക്കാനുള്ള ചാൻസ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് പണിഷ്മെന്റ്. ഇനി നെഗറ്റീവ് പണിഷ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞത് നെഗറ്റീവ് പണിഷ്മെന്റിൽ എന്താണ് സംഭവിച്ചത്, ഞാൻ കുട്ടിയുടെ ടോയ് എടുത്ത് മാറ്റി എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. In case of negative punishment, it involves taking something good or desirable away to reduce. അപ്പം അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അവരിൽ നിന്ന് എടുത്ത് മാറ്റുന്നതിലൂടെ ഒരു ബിഹേവിയറിന്റെ ഒക്കറൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. നല്ല എക്സാമ്പിൾ നേരത്തെ പറഞ്ഞാൽ തന്നെ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ടോയ് എടുത്ത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ടി വി ടൈം ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡിൽ പുറത്ത് കൊണ്ടുപോകാം, മൂവിക്ക് കൊണ്ടുപോകാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നു. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യം, അവർക്ക് സംതിങ് ഗുഡ് ആൻഡ് ഡിസൈറബിൾ, അത് ഡിനേ ചെയ്യുക, അല്ലെങ്കിൽ അത് കീപ്പ് ഇറ്റ് എവേ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക എന്നതിലൂടെ അവരെ പണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. സോ ഇതാണ് പോസിറ്റീവ് പണിഷ്മെന്റും നെഗറ്റീവ് പണിഷ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നല്ലൊരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇങ്ങനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ 2 children get into fight over who gets to play with a new toy, mother simply takes the
toy away from both children. അപ്പോൾ അതെന്തായി മാറുന്നു? അതൊരു നെഗറ്റീവ് പണിഷ്മെന്റ് ആയി മാറുന്നു. ബിക്കോസ് both the children like the toy. So the toy is something that is good to them, അല്ലെങ്കിൽ desirable to them, something they like. So we keep it away, and that is why they are punishing those kids. So that become a negative punishment. Okay. ഇതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് നെഗറ്റീവ് പണിഷ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ടി വി എല്ലാ ദിവസവും അരമണിക്കൂർ ടി വി പെർമിറ്റഡ് ആണ്. പക്ഷെ കുട്ടി എന്തെങ്കിലും കുസൃതി കാണിച്ചു, എന്തെങ്കിലും മിസ്ബിഹേവിയർ കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അവർക്ക് ആ ടി വി ഡിനൈ ചെയ്യണം. ഇന്ന് പറയാണ്, ഇന്ന് നിനക്ക് ടി വി ടൈം ഇല്ല, ടുഡേ your TV time is cancelled because of this behavior. So that is actually denying TV. That is actually a negative punishment. ഇതുപോലെ തന്നെ ഓഫീസിൽ നമുക്ക് കാണാൻ പറ്റും, എന്തെങ്കിലും എംപ്ലോയീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാൽ, അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രിവിലേജ് തടയുന്നതിലൂടെ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിലൂടെ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് അവരെ പണിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് പോസിറ്റീവ് പണിഷ്മെന്റ് നെഗറ്റീവ് പണിഷ്മെന്റും. നിങ്ങൾക്ക് ജനറലി ഒരു ധാരണ കിട്ടുകയും വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. സ്റ്റേ സേഫ്. ബൈ.